ഇത് ഹൂപ്പാർട്ടിൻ്റെ 10ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ലേസി ഡെയ്സി സ്റ്റിച്ചിനെ കുറിച്ചാണ്. സാധാരണയായി പൂക്കൾക്ക് കൊടുക്കുന്ന ഒരു തരം സ്റ്റിച്ചാണ് ലേസി ഡെയ്സി സ്റ്റിച്ച്. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് ബോർഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഈ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ 3 ഇഴ നൂലാണ് ഉപയോഗിക്കുന്നത്. ആദ്യം അടിയിൽ നിന്ന് സൂചി കുത്തിയെടുക്കുക. അതിനുശേഷം ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന പോലെയാണ്, അതായത് ചങ്ങല പോലെയാണ് ഇത് ചെയ്യുന്നത്. ചെയിൻ സ്റ്റിച്ചിൻ്റെ ക്ലാസ് നമ്മൾ എടുത്താണ്. കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് ഇത് കാണാൻ ശ്രമിക്കൂ കേട്ടോ. സൂചി അടിയിൽ നിന്ന് മുകളിലേക്ക് എടുത്ത ശേഷം ആ കുത്തിയ അതേ ഹോളിലൂടെ 3 ഇഴ മുൻപോട്ടേക്ക് സൂചി കുത്തിയിട്ട് നൂല് സൂചിക്ക് പിറകിലായി വരത്തക്ക വിധം ചുറ്റിയ ശേഷം വേണം വലിച്ചെടുക്കാൻ. ലേസി ഡെയ്സി സ്റ്റിച്ച് നമ്മൾ ഓരോ ഇതളായിട്ടാണ് തുന്നിയെടുക്കുന്നത്. ഇപ്പം നമ്മളൊരു ചെയിന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയിനിൻ്റെ പുറത്തായിട്ട് സൂചി കുത്തി താഴേക്ക് എടുക്കുകയാണ് വേണ്ടത്. ഇപ്പം നമ്മൾ ഒരു ലേസി ഡെയ്സി സ്റ്റിച്ച് ചെയ്തെടുത്തു. ഈ രീതിയിലാണ് തുടർന്ന് തുന്നിയെടുക്കേണ്ടത്. ഇനി അടുത്ത സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് വിട്ട ശേഷമാണ് വീണ്ടും ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മൾ എൻഡിലെത്തിയിട്ടുണ്ട്. ഇനി സൂചി അടിയിലേക്ക് കുത്തിയിട്ട് കെട്ടിട്ട് കൊടുക്കാം. കെട്ടിട്ട് കൊടുക്കുന്നതിന് മുമ്പ് തുണി ചുളിവില്ല എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ചുളിവുണ്ടെങ്കിൽ ഒന്ന് വലിച്ചു പിടിച്ച ശേഷം ചുളിവ് മാറ്റിയിട്ട് വേണം കെട്ടിട്ട് കൊടുക്കാൻ. ഇതുപോലെ വിട്ടാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. പൂക്കളുടെ ഇതളിനും പൂമ്പൊടി, നെൽക്കതിര് ഇതിനൊക്കെയാണ് ലേസി ഡെയ്സി സ്റ്റിച്ച് ഉപയോഗിക്കുന്നത്. ഈ സ്റ്റിച്ച് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? എളുപ്പമുള്ള സ്റ്റിച്ച് അല്ലേ? ഇനി നമുക്കത് ഡിസൈൻ വരച്ചിട്ട് മോട്ടിഫിൽ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം കേട്ടോ. ഞാൻ മോട്ടിഫിലേക്ക് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. തുണിയിലേക്ക് വരയ്ക്കുന്ന രീതിയെല്ലാം മുൻപത്തെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ഇത് കാണാൻ ശ്രമിക്കണേ. ചുളിവുകൾ പൂർണ്ണമായി മാറ്റിയ ശേഷം മാത്രമേ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കാവൂ കേട്ടോ. ആ ഡിസൈൻ്റെ സെൻറ്ററിലായിട്ടാണ് കുത്തിയെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ബോർഡ് ചെയ്ത പോലെ തന്നെ ഈ ലേസി ഡെയ്സി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
നിങ്ങൾ ചെയ്യുമ്പോൾ ഈ രീതിയിൽ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. തൊട്ടടുത്ത് തന്നെ ചെയ്ത് പോയാൽ മതി. റൗണ്ടിൽ ചെയ്തെടുത്താൽ മതി. നമ്മൾ ഒരു പൂവ് തുന്നി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പൂവ് ഇതുപോലെ തന്നെ ചെയ്യാം. ഇനി ലാസ്റ്റത്തെ ഫ്ലവറും കൂടിയാണ് ചെയ്തെടുക്കാനുള്ളത്. അത് നമുക്ക് ഷേപ്പ് കറക്റ്റ് റൗണ്ടായിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ ഒരു കോയിൻ എടുത്ത് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ നമ്മൾ റൗണ്ടിനുള്ളിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫ്ലവറിൻ്റെ ഇതളുകൾ എണ്ണം കറക്റ്റായിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈൻസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫ്ലവറുകളെല്ലാം ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി തണ്ടിനായിട്ട് സ്റ്റെം സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്.
ഇപ്പം നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ക്ലോത്ത് ഫ്രെയിമിൽ നിന്ന് ഊരിയെടുക്കാം. ഈ ഒരു സ്റ്റിച്ച് നമുക്ക് ചുരിദാറിലും അതുപോലെ ഫ്രോക്കിലൊക്കെ നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ലേസി ഡേസി സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാമെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണേ. അതുപോലെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. താങ്ക് യു.